അപകടാവസ്ഥയിലായ പൊൻകുന്നം ബസ് സ്റ്റാൻഡിലെ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ചുമാറ്റുക, തനത് ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്ന നടപടി അവസാനിപ്പിക്കുക, ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ ലേലം ചെയ്യുക, പ്രവാസി സംരംഭകനോടുള്ള അനീതി അവസാനിപ്പിക്കുക, പഞ്ചായത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച് ധവളപത്രം ഇറക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് BJP ചിറക്കടവ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. KSRTC സ്റ്റാൻഡിന് സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം കിസാൻ മോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് S. ജയസൂര്യൻ ഉദ്ഘാടനം ചെയ്തു. ചിറക്കടവ് പഞ്ചായത്തിന്റെ തനത് ഫണ്ടായ 11 കോടി രൂപ ശരിയായി വിനിയോഗിക്കാൻ പഞ്ചായത്ത് തയ്യാറാകുന്നില്ലെന്ന് അഡ്വക്കേറ്റ് S. ജയസൂര്യൻ പറഞ്ഞു. ഈ ഫണ്ട് എവിടെ പോകുന്നുവെന്ന് പഞ്ചായത്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നും S. ജയസൂര്യൻ ആവശ്യപ്പെട്ടു. ഇവിടെ തനത് ഫണ്ടുണ്ട്, വരുമാനമുണ്ട്. ഞാൻ അറിയുന്നത് ഏതാണ്ട് 11 കോടി. ആ 11 കോടിക്ക് മുകളിലുള്ള വരുമാനം തനത് ഫണ്ടായിട്ട് ലഭിക്കുന്ന ഒരു പഞ്ചായത്ത്. സാധാരണ പഞ്ചായത്തുകൾക്ക് ഇത്ര വലിയ കോടികളൊന്നും തനത് ഫണ്ടായിട്ട് ലഭിക്കില്ല. അപ്പോൾ ആ തനത് ഫണ്ട് പോലും ശരിയായി വിനിയോഗിക്കാൻ കഴിയാതെ, അതിനുള്ള താല്പര്യമില്ലാതെ ഈ പറയുന്ന ഫണ്ട് പിന്നെ എങ്ങോട്ട് പോകുന്നു, ഇത് ജനങ്ങൾ അറിയണ്ടേ? ജനങ്ങൾ കൊടുക്കുന്ന നികുതിയല്ലേ, ജനങ്ങൾക്ക് കിട്ടേണ്ട അവകാശമല്ലേ? അപ്പൊ ജനങ്ങളുടെ അവകാശത്തെക്കുറിച്ചും അവർ കൊടുക്കുന്ന നികുതിയെക്കുറിച്ചുമുള്ള വസ്തുതകൾ ജനങ്ങൾക്ക് മുമ്പാകെ വെളിപ്പെടുത്തണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. ജനോപകാരപ്രദമാകേണ്ട കാര്യങ്ങൾ ജനവിരുദ്ധമായി വഴിതിരിച്ചുവിടുകയാണ് പഞ്ചായത്ത് ഭരണസമിതി ചെയ്യുന്നതെന്നും പ്രവാസി സംരംഭകന്റെ അനുഭവം ചൂണ്ടിക്കാട്ടി S. ജയസൂര്യൻ പറഞ്ഞു. പഞ്ചായത്തിലെ പ്രതിപക്ഷ നേതാവ് ഗോപി പാറാന്തോട്, മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് VR. രമേശ്, മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രശാന്ത് മാലമല, VR. ദീപു, ജിതിൻ ജയകുമാർ, ജിൻസ് മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.